ഇപ്പോൾ തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ച് നടക്കുകയാണ് തത്സമയം. തൃശൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപിയുടെ പ്രതിഷേധ മാർച്ചാണ്. ബാരിക്കേഡ് ഉയർത്തി പ്രവർത്തകരെ തടയുകയാണ് പോലീസ്. ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമത്തിലാണ് പ്രവർത്തകർ ഉള്ളത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്കാണ് ബിജെപി പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള CPIM മാർച്ചിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ നോക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് നിയന്ത്രിക്കുകയാണ്. സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. പോലീസ് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകർക്കു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കമ്മീഷണർ ഓഫീസിലേക്കാണ് ബിജെപിയുടെ മാർച്ച്. മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. രണ്ട് തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് തടയുന്നത്. പ്രതിഷേധം തുടരുകയാണ്. തൃശൂരിൽ വ്യാപകമായ പ്രതിഷേധമാണ് നടക്കുന്നത്. ബിജെപിയുടെ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നുണ്ട്. അനീഷ്, ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ കാണുന്നത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അതിര, ഇത് രണ്ടാം തവണയാണ് ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ നടത്തുന്നത്. ആദ്യ തവണ ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗം നടത്തി പ്രവർത്തകർ പിൻവാങ്ങാതെ വന്നതോടെയാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചത്. നമുക്കറിയാം, ഇന്നലെ സുരേഷ് ഗോപി MP ക്യാമ്പ് ഓഫീസിന്റെ ബോർഡിൽ കരിവരി വഹിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. CPM പ്രകടനത്തിന് ഉള്ളിൽ വെച്ച് അതിനുശേഷം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ചുമായി എത്തി. ഇതിൽ CPM പ്രവർത്തകരും BJP പ്രവർത്തകരും തമ്മിൽ കല്ലേറുണ്ടായി. ഇരു വിഭാഗത്തിൽപ്പെട്ടവർക്കും പരിക്കുണ്ടായി. ഇതിനെ തുടർന്നൊക്കെയാണ് ഇപ്പോൾ ഇന്ന് സംസ്ഥാന വ്യാപകമായി BJP പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിലും കമ്മീഷൻ ഓഫീസിലേക്ക് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ഈ ബാരിക്കേഡിനടുത്ത് വെച്ച്, കമ്മീഷൻ ഓഫീസിനടുത്ത് വെച്ച് ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഈ മാർച്ചിലെത്തിയ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറച്ചിടാനുള്ള ശ്രമം നടത്തി. ഈ ബാരിക്കേഡിന് മുകളിൽ കയറിൽ നിന്നും എല്ലാവർക്കും വിളിക്കുന്ന ഒരു ഘട്ടം എത്തി. ഇതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിൻവാങ്ങാതെ വന്നതോടെയാണ് വീണ്ടും ഇപ്പോൾ രണ്ടാം റൗണ്ടിലും ജലപീരങ്കി പ്രയോഗിച്ചിട്ടുള്ളത്. എന്തായാലും സമരം ഉദ്ഘാടനം ചെയ്യാനായി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ആ സമരസ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു ജലപീരങ്കി പ്രയോഗം കഴിഞ്ഞ് പ്രവർത്തകർ
അക്രമാസക്തരായ പ്രവർത്തകർ അവർ സമാധാനം കൈവരിക്കുകയാണെങ്കിൽ അടുത്ത ഉദ്ഘാടന പ്രശ്നത്തിലേക്കൊക്കെ കടക്കാനാണ് ഇപ്പോൾ പ്രവർത്തകർ തീരുമാനം. എന്തായാലും ഇപ്പോൾ പ്രവർത്തകർ അടങ്ങിയിട്ടില്ല. ജലപീരങ്കി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആതിര. തീർച്ചയായും മനീഷ്, നിരവധി പ്രവർത്തകരാണ് BJP മാർച്ചിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ബാരിക്കേഡിന്റെ മുകളിൽ കയറി മുദ്രാവാക്യ വിളികളുമായി പ്രവർത്തകർ നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. പോലീസ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള BJP മാർച്ചിൽ സംഘർഷമുണ്ടാകുന്ന അടക്കം സാഹചര്യമുണ്ട്. വിവാദങ്ങൾക്കിടെ സുരേഷ് ഗോപി ഇന്ന് തൃശ്ശൂരിൽ എത്തിയൊരു സാഹചര്യമാണ്. ആ ഒരു സാഹചര്യത്തിലാണ് തൃശ്ശൂരിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ കമ്മീഷണർ ഓഫീസിലേക്കടക്കം മാർച്ച് സംഘടിപ്പിക്കുന്നതല്ലേ? തൃശ്ശൂരിലേക്ക് എത്തിയത് നമുക്കറിയാം. ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിനുശേഷം തൃശ്ശൂരിലെ വോട്ടർ പട്ടിക വിവാദം, നിരവധി പേരെ അനധികൃതമായി വോട്ടർ പട്ടികയിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തു എന്നുള്ളൊരു മാധ്യമ വാർത്തകൾ, അതേ തുടർന്നുള്ള പ്രതിഷേധങ്ങളൊക്കെ. ഈ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ന് രാവിലെ തൃശ്ശൂരിലേക്ക് എത്തിയത്. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയ സുരേഷ് ഗോപിയോട് മാധ്യമങ്ങൾ അവിടെ വെച്ച് പ്രതികരണം തേടുകയുണ്ടായി. സുരേഷ് ഗോപി മൗനം ഒതുക്കിയായിരുന്നു. തുടർന്ന് അശ്വിനി ആശുപത്രി, ഇന്നലെ നടന്ന മാർച്ചിൽ പരിക്കേറ്റ BJP പ്രവർത്തകരെ അശ്വിനി ആശുപത്രിയിലേക്ക് സന്ദർശിച്ചു. അവിടെയും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഓഫീസായ ചെറുറോഡിലെ ഓഫീസിലേക്ക് എത്തി. അവിടെയും സുരേഷ് ഗോപി പ്രതികരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയില്ല. അതിന് എല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇന്നലത്തെ ഈ മാർച്ചിൽ ഉണ്ടായ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ BJP ഇത് പ്രകടനം നടത്തുന്നത്. എന്തായാലും ബാരിക്കേഡ് ഉൾപ്പെടെ മറക്കാനുള്ള ശ്രമമാണ് BJP പ്രവർത്തകർ നടത്തുന്നത്. അത്തരത്തിലേക്ക് ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ വന്നാൽ ഒരുപക്ഷെ ഒരു ലാത്തി ചാർജിലേക്കൊക്കെ കടന്നേക്കാം. എന്തായാലും നിലവിലിപ്പോൾ ജലപീരങ്കി കൊണ്ട് ഈ സമരം, അക്രമാസക്തമായ സമരം ഒതുക്കാനാകുമെങ്കിൽ ആ ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. നിരവധി വലിയ പോലീസ് സന്നാഹമാണ് തൃശ്ശൂർ ഈ മാർച്ച് നടക്കുന്ന സ്ഥലത്തുള്ളത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അസിസ്റ്റർമാർ ഉൾപ്പെടെ നിരവധി പോലീസുകാർ ഉൾപ്പെടെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. എന്തായാലും ബാരിക്കേഡ് മറിച്ചാനുള്ള ഒരു ഘട്ടത്തിലേക്ക് കടന്നാൽ ഒരുപക്ഷെ അത് വലിയ സംഘർഷത്തിലേക്കും ലാത്തി ചാർജിലേക്കും ഒക്കെ പോയേക്കാം. എന്തായാലും നിലവിലിപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ച് ഈ സമരം, ഈ അക്രമാസക്തമായ പ്രവർത്തകരെ അന്വയിപ്പിക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തുകയാണ് പോലീസ്. എന്തായാലും കേസിലേക്ക് ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുണ്ട്. സമരത്തിന്റെ അടുത്ത ഘട്ടം ഉദ്ഘാടന പരിപാടിയൊക്കെയാണ് അതിൽ. തീർച്ചയായും മനീഷ്, തൃശ്ശൂർ കമ്മീഷണർ ഓഫീസിലേക്കാണ് BJPയുടെ മാർച്ച്. മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയാണ്. മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ. 2 തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിരിഞ്ഞു പോവാതെ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള CPIM മാർച്ചിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിൽ ജലപീരങ്കി പ്രയോഗിക്കുന്നു. സംഘർഷാവസ്ഥയാണ് മാർച്ചിലുണ്ടാകുന്നത്. 2 തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പിരിഞ്ഞു പോവാതെ പ്രവർത്തകർ മുദ്രാവാക്യ വിളികളുമായി മാർച്ച് പ്രതിഷേധം തുടരുന്ന കാഴ്ച. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള CPIM മാർച്ചിൽ പ്രതിഷേധിച്ച് BJPയുടെ പ്രതിഷേധം തൃശ്ശൂരിൽ തുടരുകയാണ്. കമ്മീഷണർ ഓഫീസിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. 3-ാം തവണയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറാൻ ശ്രമിക്കുന്നു പ്രവർത്തകർ. പിരിഞ്ഞു പോവാതെ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ. 3-ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള CPIM മാർച്ചിൽ പ്രതിഷേധിച്ചാണ് കമ്മീഷണർ ഓഫീസിലേക്ക് ഇന്ന് BJP പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. 3-ാമത്തെ തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ് പ്രവർത്തകർ. പിരിഞ്ഞു പോവാതെ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം തുടരുകയാണ്. മാർച്ചിൽ സംഘർഷാവസ്ഥ.
തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJPയുടെ മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് നിയന്ത്രിക്കുകയാണ്. മൂന്നാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. വിവാദങ്ങൾക്കിടെ ഇന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയിരുന്നു. പരിക്കേറ്റ BJP പ്രവർത്തകരെ അടക്കം അദ്ദേഹം ആശുപത്രിയിൽ പോയി കണ്ടിരുന്ന സാഹചര്യം. സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്കുള്ള CPIM മാർച്ചിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് കമ്മീഷണർ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പിരിഞ്ഞുപോകാതെ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ. തൃശൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് BJPയുടെ മാർച്ചിൽ സംഘർഷം. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് നിയന്ത്രിക്കുകയാണ്. 3 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്മാറാതെ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം തുടരുകയാണ് BJP പ്രവർത്തകർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് BJP കമ്മീഷണർ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത്. മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് നിയന്ത്രിക്കുകയാണ്. പിരിഞ്ഞുപോവാതെ മുദ്രാവാക്യ വിളികളുമായി പ്രതിഷേധം തുടരുകയാണ് BJP പ്രവർത്തകർ. നിരവധി പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. തൃശൂരിൽ കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്.
ബാരിക്കേഡിന് മുകളിൽ പ്രവർത്തകർ കയറുന്നു. മുദ്രാവാക്യ വിളികളുമായി പിന്മാറാതെ പ്രവർത്തകർ പ്രതിഷേധം തുടരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് CPIM പ്രതിഷേധം സംഘടിപ്പിച്ചതിന് പിന്നാലെയാണ് ഇന്ന് തൃശൂർ കമ്മീഷണർ ഓഫീസിലേക്ക് BJP വ്യാപക പ്രതിഷേധം സംഘടിപ്പിച്ചത്. പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു. പിരിഞ്ഞു പോവാതെ മുദ്രാവാക്യ വിളികളുമായി നിരവധി BJP പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്.